ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറിയോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അല്ലേ? ആ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൂൾ ബാറിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ഈ ഷേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓറിയോ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവനൊന്നും വേണ്ട. ഞാനിവിടെ വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ ജാറിലോട്ട് നമുക്ക് ഇതിൽ നിന്നും ബിസ്ക്കറ്റ് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം. അപ്പോൾ നമ്മളിതൊക്കെ ഒരു 5 ബിസ്ക്കറ്റ് എടുക്കുകയാണ്. ഇത് മതിയാവും. ഇതിന് ക്രീമൊന്നും കളയുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ക്രീം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രീമും നമ്മൾ മിൽക്കും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഫസ്റ്റ് തന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രീം മുകളിൽ അങ്ങനെ പാറിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ പാല് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് ആദ്യം യൂസ് ചെയ്തിട്ടുള്ള പാലിൻ്റെ ബാക്കിയാണ്. ഇനി ബാക്കിയുള്ള പാല് നമുക്ക് ഇതുപോലെ ഈ പാക്കറ്റിലിട്ടിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക, എന്നിട്ട് എടുക്കുക. അപ്പം നമ്മളെപ്പോഴും ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാല് നല്ല കട്ട പാലായിരിക്കണം. നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഷേക്കിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ടേസ്റ്റ് കിട്ടാത്തതെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാൽ ഇതുപോലെ കട്ടയാക്കാതെ വെറുതെ തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ കട്ടയാക്കിയിട്ട് എടുത്താൽ തന്നെ നമുക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും കീപ്പ് ചെയ്യുക, എന്നാലേ നമുക്ക് നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് ഉണ്ടാവും. വലിയൊരു ഗ്ലാസ്സിനാണെങ്കിൽ 1 ഗ്ലാസ് ഉണ്ടാവും. അത്ര പാലേ ഉള്ളൂ കേട്ടോ ഇതിൽ. നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബൂസ്റ്റ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ 5 രൂപയുടെ പാക്ക് കിട്ടില്ലേ, അങ്ങനത്തെ ഒരു പാക്കിന് ഒരു പാക്ക് ബൂസ്റ്റ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ. ബൂസ്റ്റ് പൊടി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഓൾറെഡി മധുരമുള്ളതാണ് ബിസ്ക്കറ്റും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്റിലൊക്കെ മധുരം ഉണ്ടാവും. പിന്നെ ഐസ്ക്രീം ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിലൊക്കെ മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇവിടെ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ടിട്ടങ്ങ് അടിച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്നെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ നമ്മുടെ ഷേക്കിൻ്റെ ആ ഒരു കട്ടി എന്ന് പറയുന്നത് തന്നെ ആ പാലിൻ്റെ തിക്നെസ്സാണ് നമ്മളിതിന് മെയിനായിട്ട് വേണ്ടത്. കണ്ടോ, നമ്മൾ ചിൽഡ് ആയിട്ടുള്ള മിൽക്ക്, അത്രയും കട്ടിയായിട്ടുള്ള മിൽക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒരു കട്ടി ഇതിനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമും ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ഇടണം. ഇതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പ്രത്യേകം പറയുകയാണ്. ആ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ബിസ്ക്കറ്റ് വെറുതെ കയ്യിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കാണാൻ, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് പൊടിച്ചിട്ടിടണ്ട, ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻസുകൾ എഴുതി അയക്കാനും മറക്കരുതേ. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.